പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നല്ല നാടൻ കപ്പ വേവിച്ചതും മീൻകറിയുമാണ് ഇന്നത്തെ റെസിപ്പി. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കുക. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമ്മൾ നേരത്തെ കുതിരാണ്ടിട്ടിരിക്കുന്ന പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളിയൊന്ന് വാഷ് ചെയ്തിട്ടാണ് വെള്ളമൊഴിച്ച് കുതിരാനിടുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഞാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ആ പുളി വെള്ളത്തിൽ നമ്മൾ ഒഴിക്കുന്ന ആ പുളി വെള്ളത്തിൽ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് കിടന്ന് ഒന്ന് കുറുകി ഒന്ന് വന്ന് അതിന് ശേഷമാണ് ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കൂടെ തന്നെ ഞാൻ കപ്പയും കൂടെ അടുപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കപ്പയ്ക്ക് അരപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കാന്താരി മുളകും മാലിമുളകും ഉണങ്ങിയതാണ് കേട്ടോ. അതിനൊപ്പം തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ കപ്പ വേവിക്കുമ്പോൾ കാന്താരി മുളകും അതേപോലെ തന്നെ പച്ചമുളകുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഉണങ്ങിയ മുളക് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ മീൻ കറിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് റെഡിയായി വന്നതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറിവേപ്പിലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് തീയൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീൻ കറിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയുടെ കാര്യം നോക്കാം. ഇതിൻ്റെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ചതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കപ്പ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ ഊറ്റുവാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ അളിഞ്ഞു പോകാതെ വെള്ളം പിടിക്കാതെ നമുക്ക് നല്ലതായിട്ട് ഈ പൊടിയായിട്ട് കപ്പ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കപ്പയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിൽ ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി അതേപോലെ തന്നെ തേങ്ങ അതേപോലെ തന്നെ മുളക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ചേർത്തിട്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ കറിവേപ്പില ചേർക്കാതാണ് അരച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പിലയോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനാണ്. അതിന് ഈ തുടുപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തുടുപ്പ് നമ്മൾ ചക്കയും കപ്പയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണേ. അപ്പോൾ ഇതിൻ്റെ അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം വേണം കുറച്ച് വെളിച്ചെണ്ണയോട് ആഡ് ചെയ്ത് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയോട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും മീൻ കറിയും കൂടെ കൂട്ടി ഒന്ന് നല്ലതായിട്ടൊന്ന് കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിലേ ഒരു കപ്പളത്തിൻ്റെ ഇലയിട്ട് കഴുകുകയാണെങ്കിലുണ്ടല്ലോ വളരെ നന്നായിട്ട് ക്ലീനായി കിട്ടും. മീനൊക്കെ നല്ല തിളങ്ങിയിരിക്കും കേട്ടോ. അതായത് ഈ പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലോ പറയുന്നത്, ഓമയ്ക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇല ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ അത് പിച്ചിക്കറിയൊന്നും ഇടണ്ട, ചുമ്മാ ഇട്ടിട്ട് വെറുതെ ഇട്ടിട്ട് നമ്മൾ ഉപ്പിട്ട് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കഴുകുകയാണെങ്കിലുണ്ടല്ലോ ഉളുമ്പ് മണവും പോകും, നല്ല ക്ലീനായും കിട്ടും. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കപ്പയും മീൻ കറിയൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.